തൃശ്ശൂരിനെ എടുത്തുയർത്തിയ സുരേഷ് ഗോപി ഇന്ന് ജനഹൃദയങ്ങളിലേക്ക് വല്ലാതെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്ന് പുറകോട്ട് സഞ്ചരിക്കുകയാണ് ഇന്ന് ആമുഖം ചാനലിലൂടെ. തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ സ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്ത് വയ്ക്കും. പുറത്തിറങ്ങിയ കേശവദേവിന്റെ ഓടയിൽ നിന്നെന്ന ചലച്ചിത്രം പ്രിയ വായനക്കാർ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ചിത്രത്തിലെ ആദ്യ രംഗം ആരംഭിക്കുന്നത് നാട്ടിൻപുറത്തെ ഒരു പള്ളിക്കൂടത്തിൽ നിന്നാണ്. ക്ലാസ്സിലെത്തിയ അധ്യാപകൻ ബഹളമുണ്ടാക്കുന്ന കുട്ടികളിൽ നിന്നും പപ്പുവിനെ പുറത്താക്കി മറ്റുള്ളവരെ ശാസിക്കുന്നതിനിടയിൽ നാട്ടിലെ ജന്മിയുടെ മകനെ ഭയഭക്തി ബഹുമാനത്തോടെ എടുത്ത് മേശപ്പുറത്തിരുത്തുന്ന ഒരു രംഗമുണ്ട്. അധ്യാപകനായി അഭിനയിച്ച മുതുകുളം രാഘവൻ പിള്ള എന്ന അക്കാലത്തെ സകലകലാ വല്ലഭൻ എടുത്ത് മേശപ്പുറത്തിരുത്തിയ ആ കുട്ടിയാണ് ഇന്ന് കേരളത്തിലെ വാർത്താധാരമായി നിറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപി എന്ന പ്രശസ്ത നടൻ. പൂർണ്ണമായും ശരിയാണോ എന്നറിയില്ല. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ കാട്ടുപൂക്കൾ ഞങ്ങൾ കാട്ടുപൂക്കൾ എന്ന ഗാനരംഗത്തിലും മാസ്റ്റർ സുരേഷ് അഭിനയിച്ചിട്ടുണ്ടത്രേ. കാട്ടുപൂക്കൾ ഞങ്ങൾ കാട്ടുപൂക്കൾ, കാടറിയാതെ പിറന്ന കാട്ടുപൂക്കൾ, ഞങ്ങൾ കാറ്ററിയാതെ വിടർന്ന കാട്ടുപൂക്കൾ, കാട്ടുപൂക്കൾ ഞങ്ങൾ കാട്ടുപൂക്കൾ. മലയാളത്തിൽ പ്രശസ്തരായി തീർന്ന പല കലാകാരന്മാരുടെയും തുടക്കം സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളിലൂടെയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഊഴവും തെറ്റിയില്ല. 1986 പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് സുരേഷ് ഗോപി മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. ചെറിയ ചെറിയ വേഷങ്ങൾ. 1986 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ ഉപനായക വേഷത്തിലൂടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം മലയാളക്കര തിരിച്ചറിയാൻ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശംസകൾ. രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനത്തിലൂടെ നായക വേഷത്തിലെത്തിയെങ്കിലും ഇതേ കൂട്ടുകെട്ടിൽ പിറന്ന ഏകലവ്യൻ സുരേഷ് ഗോപിക്ക് താരപരിവേഷം നൽകി. പൂവും നീരും നേദിക്കുന്ന ശാന്തിക്കാരൻ പോലും കൈവെള്ളയിൽ കാശ് പതിച്ചാലേ പ്രസാദം നൽകൂ. തൊട്ടടുത്ത വർഷം പുറത്തു വന്ന കമ്മീഷണർ റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയതോടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാധ്യമങ്ങൾ ഈ നടനെ ഉയർത്തിക്കാട്ടി. മനസ്സിലായോടോ? നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. അല്ലടാ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, I am Bharat Chandran. Just remember that. ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥയിലെ ആരോമൽ ചേകവരും സുരേഷ് ഗോപിയുടെ അഭിനയത്തിലെ എടുത്തു പറയത്തക്ക ഒരു കഥാപാത്രമായിരുന്നു. അമിതാഭ് ബച്ചൻ എന്ന നടന്റെ നിറസാന്നിധ്യത്തിലൂടെ ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കോൻ ബനേഗ കരോഡ്പതി എന്ന ജനപ്രിയ പരിപാടി മലയാളത്തിൽ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കാൻ ആലോചിച്ചപ്പോൾ അവരെ ആശങ്കയിലാക്കിയത് ഈ പരിപാടിക്ക് പറ്റിയ ഒരു അവതാരകനെ കണ്ടെത്തുക എന്നതായിരുന്നു. എന്നാൽ ചാനലിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഈ പരിപാടിയിൽ നടത്തിയ പ്രകടനം വിസ്മയാവഹമായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ സിനിമയിലും ടിവിയിലും ഒരുപോലെ ശോഭിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ നടനും സുരേഷ് ഗോപി തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. കോടീശ്വരനെ അവതാരക വേഷത്തിലൂടെ ആയിരിക്കണം നിന്ദിതനും പീഡിതനും ദുഃഖഭാരം ചുമക്കുന്നവരുമായ ഒരു ജനവിഭാഗത്തിന്റെ ദുരന്ത ജീവിതത്തിലേക്ക് ഈ നടൻ നടന്നെത്തുന്നത്.
ഇതുമല്ല അമ്മേന്ന് പറഞ്ഞിട്ടാണ് ജോലി പ്രാർത്ഥിക്കുന്ന മനെ നിങ്ങളവിടെ കാണാൻ വന്നാ എല്ലാവർക്കും ഒരുപാട് ആളുടെ ആള് അമ്പിയൽസ് എന്ന് പറയുമ്പോ കമ്മനത്തായ കമ്മനത്തായങ്ങള് ശരി. ഇപ്പൊ എത്തും, ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും. നമുക്ക് പൊളിക്കണം. മനെ എന്ന് പറഞ്ഞാ മതിയോ കല്യാണം വിളി വരുന്ന കേട്ടോ ഇത് കരത്തലാ വരുന്നത്. ഞാൻ അടുത്തിരിക്കും പഠിച്ചവനോടും അമ്പലത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാ ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചേ 1,14,000 വോട്ടല്ലേ ജയിച്ചേ. ജയിക്കുന്നവരെ ഓർക്ക് തെളിഞ്ഞാൽ ഓർമ്മ വരും. എന്തായാലും കുറെ വയസ്സായി ഞാൻ മരിക്കും എന്നാലും പരിപാടിയുമായി ബന്ധപ്പെട്ട് പത്തനാപുരം ഗാന്ധി ഭവനിൽ വന്നപ്പോൾ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഒരു പേരമരം സമ്മാനിച്ചു. നാളെ താൻ ഡൽഹിയിൽ പോകുന്നുണ്ട്, ഈ മരം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. പലരും പല വാഗ്ദാനങ്ങൾ പറഞ്ഞു പോകുന്ന ഈ സമൂഹത്തിൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്ന ചിത്രമാണ് പിന്നെ സമൂഹം കാണുന്നത്. ഈ ചെടി പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ട് സുരേഷ് ഗോപി കുറിച്ച കുറിപ്പിതാണ്. പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് കുളനടയിൽ നിന്ന് ഒരു കുഞ്ഞു മോള് കൊടുത്തയച്ച ചെടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ഇത് നട്ടിട്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു കുഞ്ഞിൻ്റെ തൈ എൻ്റെ മുറ്റത്ത് വളരുന്നു എന്നൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതും നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതൊരു വലിയ സന്ദേശമാണ്, ശുദ്ധ ജനാധിപത്യത്തിന്റെ സന്ദേശം. സകല സുഖഭോഗങ്ങളുടെയും ശീതളഛായയിൽ ജീവിക്കാവുന്ന ഈ മനുഷ്യൻ പിന്നീട് ഒരു ജീവകാരുണ്യ പ്രവർത്തകനായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ വോട്ടിന് വേണ്ടി വന്നിരിക്കുന്നവനാ, പക്ഷെ നിങ്ങളെ സുഖിപ്പിച്ച് പതപ്പിച്ചൊന്നും വോട്ട് ഞാൻ മേടിച്ചു പോവില്ല. അതെന്തായാലും ഞങ്ങളെ രക്ഷിച്ച ആൾക്കാർക്കല്ലേ ഞങ്ങൾ അതെന്തായാലും ഉണ്ടാവുമല്ലോ. ഞങ്ങളെ രക്ഷിച്ച ആളുകൾ ആരാണ്? എന്റെ ഈ കയ്യിലിരിക്കുന്ന സാറ് തന്നതാണ്, എന്റെ മകൾക്ക് തന്നതാണ്, ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് സാറിന്റെ മുന്നിൽ ഇപ്പൊ വന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒട്ടേറെ ജീവിതങ്ങൾക്ക് ഈ കലാകാരൻ ഒരു സ്വാന്തനമായി മാറി. ഒരുപക്ഷെ ഇതാകും നടനായ സുരേഷ് ഗോപിയെ രാഷ്ട്രീയക്കാരനായി മാറ്റിയതെന്ന് തോന്നുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനസേവകരും സത്യസന്ധരുമായ രാഷ്ട്രീയ നേതാക്കളെ മനസ്സറിഞ്ഞ് ആദരിക്കാനും ബഹുമാനിക്കാനും അദ്ദേഹം തയ്യാറായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഞാനങ്ങ് എടുക്കുക എന്ന കൊല്ലം ശൈലിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന പിന്നീട് രാഷ്ട്രീയ കേരളത്തിനും ട്രോളന്മാർക്കും പഞ്ച് ഡയലോഗായി മാറി. നല്ലൊരു ഗായകൻ കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരനായ ഈ നടൻ. നെഞ്ചുരുകും വേദനയിൽ കാൽവരി നിൽക്കേ, കണ്ണുനീരിൻ കവിതകളാൽ കരൾ പിളർക്കേ. പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപി ആയിരുന്നു. പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നാണ് കേരളം ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയാകുന്ന ആദ്യത്തെ ചലച്ചിത്രകാരനായിരിക്കും സുരേഷ് ഗോപി. രാഷ്ട്രീയ വീക്ഷണങ്ങൾക്ക് അതീതമായി കേരളത്തിന്റെ വികസനത്തിന് സുരേഷ് ഗോപിക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് വിശ്വസിക്കുന്നത്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. വൻ വരവേൽപ്പാണ് ഡൽഹി കാത്തുവെച്ചത്. കേന്ദ്രം ഭരിക്കുമ്പോൾ അത് ഏത് വകുപ്പാണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അത്തരമൊരു സന്തോഷ വാർത്ത കേൾക്കാമെന്ന് പ്രതീക്ഷയോടെ ഈ കലാകാരന് എല്ലാവിധ വിജയാശംസകളും ആമുഖത്തിന്റെ പേരിൽ നേരുന്നു.